നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിശോധിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് AKCC മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. പുത്തൂർ പഞ്ചായത്ത് അങ്കണവാടി പ്രവർത്തകർ പോഷകാഹാര പ്രദർശനം നടത്തി. വാർത്തകൾ തുടരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 17 തൃശൂർ അതിരൂപതയിൽ എരുമപ്പെട്ടിയിലും തൃശൂർ കോർപ്പറേഷന് മുൻപിലും സ്വീകരണം നൽകുന്നു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ ശില്പശാല തൃശൂർ നമോ ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 1977 മുൻപ് വനഭൂമി കൈവശം വെച്ച് വരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകാൻ 1993 ഭൂപതിവ് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു. ഇത്തരത്തിൽ ഭൂമി കൈവശം വെച്ച് വരുന്നവർ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി. ചട്ടപ്രകാരം ഷോപ്പ് സൈറ്റിന് പട്ടയം അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൈവശ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിസ്തൃതി പരിഗണിക്കാതെ തന്നെ പട്ടയം നൽകാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. പുത്തൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതിയും കുടുംബശ്രീയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ വേണി വാസുദേവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, ധന്യ ബിജു, ബിന്ദു സേതുമാധവൻ, ICDS സൂപ്പർവൈസർ സുസ്മി AK എന്നിവർ ആശംസകൾ അറിയിച്ചു. കേരള പോലീസ് അക്കാദമി സബ് ഇൻസ്പെക്ടർ ഭുവനേശൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്ത്രീകളും നിയമങ്ങളും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു ക്ലാസ്. ക്വിസ് മത്സരവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. വലതുവശം തളർന്നു, വലതുവശം ഇടിക്കാന്ന് വെച്ചാൽ ഇടതുവശം തളർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ ബെഡ് റിഡനായിട്ട് ബെഡിൽ കിടന്നു. അപ്പോൾ 4000 പേര് മരണപ്പെട്ടതും 6000 പേരോളം ഗുരുതരമായ പരിക്കുകളും പെട്ട് കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഈ പോലീസിന് വേണ്ടി ഹെൽമെറ്റ് വെച്ച് നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഈ പറയാനുള്ള കാരണത്തിനുള്ളൂ. നിയമം എന്ന് പറയുന്നത് ഒരിക്കലും പോലീസ് ഉണ്ടാക്കിയതല്ല. നമ്മുടെ സർക്കാരുകൾ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA-മാർ നിയമനിർമ്മാണ സഭയിൽ പോയിട്ട് അവർ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ് നമ്മളുടെ സുരക്ഷയ്ക്കും ജീവിതത്തിനും വേണ്ടിയിട്ടാണ്, നല്ല ജീവിതത്തിനും വേണ്ടിയിട്ടാണ്. അതനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നതിനാണ്. അപ്പൊ ഈ രാജ്യത്ത് നേരത്തെ പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്, അല്ലെ? സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആ നിയമങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഈ കാരണം വെച്ചാൽ നിയമത്തിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞ 30 ചാനലുണ്ട്, പേപ്പറുകളുണ്ട്. നമുക്കിഷ്ടം നെഗറ്റീവ് മാത്രമാണ്. ആണല്ലേ? അങ്ങനെ ചിന്തയുണ്ട് മനസ്സിൽ. നിങ്ങളെല്ലാവരും പോസിറ്റീവുള്ള ആൾക്കാരാണ്. അപ്പൊ പേടിക്കണ്ട എന്ന് ഞാനങ്ങനെ കുറച്ച് കാരണം പറഞ്ഞുതരാം. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് ചർച്ച് AKCCയുടെ നേതൃത്വത്തിൽ ഫാദർ ഡേവിസ് ചെറമലച്ചന്റെ ആശീർവാദത്തോടെ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിലൂടെ വിളംബര ജാഥ നടത്തുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 15 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ലൂർദ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോരിക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വള്ളൂരാൻ മുഖ്യാതിഥിയായി. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി നേതൃത്വം നൽകി. റാലി മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ എത്തിച്ചേർന്നു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് നോബി മേനാച്ചേരി റാലിയെക്കുറിച്ച് വിശദീകരിച്ചു. ഫാദർ നിതിൻ പൊന്നാരി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ആന്റോ വി മാത്യു സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജോസ് നെല്ലങ്കര നന്ദി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല സൈമൺ, ലാസർ CO, ദേവസിക്കുട്ടി MJ, വിൽസൺ TR, പൈലി K, സണ്ണി രാജൻ തുടങ്ങി കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു.
തുടർന്ന് വിളംബര ജാഥ അടുത്ത സ്വീകരണ സ്ഥലമായ പട്ടിക്കാട്ടേക്ക് പുറപ്പെട്ടു. മാടക്കത്തറ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ വിഷവൈദ്യ ആശുപത്രിയും വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം എന്ന പ്രോജക്ടിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും യോഗ പ്രദർശനവും മാടക്കത്തറ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം വിമല കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനു പാപ്പച്ചൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ പ്രശാന്ത് KP എന്നിവർ ആശംസകൾ അറിയിച്ചു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ NM പദ്ധതി വിശദീകരണം നടത്തി. 4 സെന്ററുകളിലായി 60 ദിവസം നീണ്ടുനിന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ഗുണഭോക്താക്കളുടെ യോഗ പ്രദർശനവും പരിശീലകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ജനപ്രതിനിധികൾ സോഫി സോജൻ, സുകന്യ ബൈജു, ജെയ്മി, ജിൻസി ഷാജി, സിമി, മിഥുൻ, സജീബ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ സ്നേഹ KS നന്ദി അറിയിച്ചു. ICDS ഒല്ലൂക്കരയുടെ നേതൃത്വത്തിൽ പുത്തൂർ പഞ്ചായത്തിൽ പോഷൺമാ 2025 പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 8 ഗ്രൂപ്പുകളായാണ് പാചക മത്സരം സംഘടിപ്പിച്ചത്. ഓരോ ഗ്രൂപ്പുകളും പലവിധ ധാന്യങ്ങൾ പൊടിച്ച് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ മത്സരത്തിനായി ഒരുക്കി. പുതുതലമുറയിലെ ആരോഗ്യ പ്രശ്നങ്ങളും പോഷകാഹാരക്കുറവും പരിഹരിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമെന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനുമായിരുന്നു പരിപാടി. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ ആരോഗ്യപരമായ ഭക്ഷണശൈലി എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ ജില്ലാ നാച്ചുറോപ്പതി ആശുപത്രിയിലെ ഡോക്ടർ ശില്പ ക്ലാസ് എടുത്തു. പാചക മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സുസ്മി AK, പഞ്ചായത്ത് അംഗം ധന്യ ബിജു, വേണി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. പാചക മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈറ്റ് റൈറ്റ് ഫോർ എ ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയായി കഴിക്കണമെന്നാണ്. അപ്പം ശരിയായി കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പല ഈ ആഹാരക്കുറവ് എന്നുള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിരുന്നു അല്ലേ? കാരണം അതെന്തായിരുന്നു, ഭക്ഷണം കാര്യമായിട്ട് കിട്ടാനില്ലായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പോഷകത്തിന്റെ കുറവുകൾ, അതുമൂലം പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഭക്ഷണം 3 നേരത്തിന് പകരം 5 നേരവും 6 നേരവും ഒക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മളിപ്പോഴും ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് പോഷകാഹാരക്കുറവ് തന്നെയാണ്. ഒരുവിധം എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. വൈറ്റമിൻ D ഡെഫിഷ്യൻസി, B12 ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും നന്നായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഹെൽത്തി ആയിട്ടാണ്, ഞാൻ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും സ്റ്റിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട്. പലരും അത് ശ്രദ്ധിക്കാറുമില്ല. കാരണം ചെറിയൊരു നമുക്ക് ക്ഷീണം തോന്നുക, അങ്ങനെ മുടി കൊഴിച്ചിൽ തോന്നുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കാരണം നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ പല കാര്യങ്ങൾ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ആരോഗ്യത്തിന്റെ ഫോക്കസിങ് വളരെ കുറവാണ്. ഇപ്പം ഇങ്ങനെ വല്ല ഡേയ്സ് ഒക്കെ വരണം, നമ്മളൊന്ന് അതിലൊന്ന് ഉത്സാഹപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കുറച്ചൊന്ന് ഉഷാറായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് കേൾക്കണം, അപ്പോൾ ഉഷാറായിരിക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നവംബർ 1 പുനർജനി മോഹിനിയാട്ടം മെഗാ ഇവന്റ് അരങ്ങേറുമെന്ന് കലാമണ്ഡലം ഹൈമാവതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ കലാവിരുന്നിന്റെ ലക്ഷ്യം കലയും കായികവും വഴിയുള്ള പുതുതലമുറകളുടെ അവസരം സൃഷ്ടിക്കലാണ്. കലാകായിക മേഖലകളിൽ പുതിയ സാധ്യതകൾ തേടി യുവതലമുറയ്ക്ക് മദ്യം, മയക്കുമരുന്ന് വിമുക്തമായ ആരോഗ്യകരമായ ജീവിത വഴികൾ തുറന്നുകൊടുക്കുകയാണ് ഈ മെഗാ ഇവന്റിന്റെ ലക്ഷ്യമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ CB ബിബിൻ, കലാമണ്ഡലം സംഗീത, ഡെൻസൺ, അജ്മൽ റഹ്മാൻ എന്നിവരും പങ്കെടുത്തു. രാജ്യത്തെ എല്ലാ സ്വകാര്യ ബാങ്കുകളും ദേശസാൽക്കരിക്കുക, ക്ലറിക്കൽ സബ് സ്റ്റാഫ് തസ്തികകളിൽ നിയമനം നടത്തുക,
ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, CSB ബാങ്കിൽ 11ഉം 12ഉം ഉഭയകക്ഷി കരാറുകൾ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് യൂണിയൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 2025 ഡിസംബർ 10-ന് പാർലമെന്റ് ധർണ സംഘടിപ്പിക്കുന്നു. ഇതിന് മുന്നോടിയായി പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തൃശൂർ CSB ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. AIBEA തൃശൂർ ജില്ലാ സെക്രട്ടറി TG പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി CD ജോസൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന മാധ്യമ കോഴ്സുകളുടെ 2025-26 വർഷം ബാച്ചിൽ തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് കേന്ദ്രങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ +2 യോഗ്യതയുള്ളവർക്ക് നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാം. വിദ്യാർത്ഥികൾക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശീലനം നൽകും. ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവയും നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കും. കോഴ്സിൽ പത്രപ്രവർത്തനം, ടെലിവിഷൻ ജേർണലിസം, ഓൺലൈൻ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മാധ്യമ പ്രവർത്തനം, വാർത്താവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. ഒക്ടോബർ 25 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9549581882 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 17 തൃശൂർ അതിരൂപതയിൽ എരുമപ്പെട്ടിയിലും തൃശൂർ കോർപ്പറേഷന് മുൻപിലും സ്വീകരണം നൽകുന്നു. ഒക്ടോബർ 15, 16 തീയതികളിൽ തൃശൂർ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിലൂടെ വിളംബര ജാഥ നടത്തും. ഒക്ടോബർ 15 രാവിലെ ലൂർദ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ണുത്തി, പട്ടിക്കാട്, പുത്തൂർ, കല്ലൂർ, മണ്ണമ്പേട്ട, പുതുക്കാട്, തലോർ, ഒല്ലൂർ, പെരിഞ്ചേരി, പാലക്കൽ, അമ്മാടം, കോടന്നൂർ, പഴുവിൽ, പുത്തൻപീടിക, അന്തിക്കാട്, കാഞ്ഞാണി, എറവ്, അരിമ്പൂർ, ഒളരി, പടിഞ്ഞാറേക്കോട്ട വഴി വൈകിട്ട് 6 മണിക്ക് വിളംബര ജാഥ തൃശൂരിൽ തിരിച്ചെത്തും. 16 തീയതി രാവിലെ പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച് വിയൂർ, കൊട്ടേക്കാട്, മുണ്ടൂർ, ചൂണ്ടൽ, മറ്റം, പറപ്പൂർ, പാവറട്ടി, പാലയൂർ, കുന്നംകുളം, മരത്തംകോട്, വെള്ളറക്കാട്, എരുമപ്പെട്ടി, വടക്കഞ്ചേരി, ഓട്ടുപാറ, മങ്ങാട്, അത്താണി, തിരൂർ, ചേറൂർ വഴി തൃശൂരിൽ എത്തിച്ചേരും. ഒക്ടോബർ 17 എരുമപ്പെട്ടിയിലും തൃശൂരിലും അവകാശയാത്രയ്ക്ക് സ്വീകരണം നൽകും. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വള്ളൂരാൻ, അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, ജനറൽ സെക്രട്ടറി KC ഡേവിസ്, ട്രഷറർ റോണി അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ലീല വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ആന്റോ തുറയൻ, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ഷാജൻ VD, ഫ്രാൻസി ആന്റണി, നോബി മേനാച്ചേരി, അൽഫോൻസ ആന്റോ പാലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. അനുബന്ധമായിട്ടുള്ള വിളംബര ജാഥയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ വിളംബര ജാഥ പ്രത്യേകമായി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സഭയുടെയും അതേസമയം സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൊതുസമൂഹം സർക്കാർ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനു കൂടിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. തൃശൂർ സിറ്റി ഹോപ്പ് പദ്ധതിയുടെ 2025-26 ബാച്ചിന്റെ പ്രവേശനോത്സവവും കഴിഞ്ഞ വർഷത്തെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും തൃശൂർ സിറ്റി പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നടത്തി. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനവും കഴിഞ്ഞ വർഷത്തെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഷീൻ തറയിൽ നിർവഹിച്ചു. പുതിയ ബാച്ചിലേക്കുള്ള 65ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കഴിഞ്ഞ വർഷത്തെ വിജയികളും രക്ഷിതാക്കളും പങ്കെടുത്തു. 2022 മുതലാണ് കേരള പോലീസ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചത്. വിവിധ സാഹചര്യങ്ങൾ മൂലം പഠനം തടസ്സപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള 10ാം ക്ലാസ് +2 തുല്യതാ പരീക്ഷയിലൂടെ തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ്, സബ് ഇൻസ്പെക്ടർ ജയപ്രകാശ്, കോർഡിനേറ്റേഴ്സായ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിത്തു, സുകേഷ് എന്നിവരും റിസോഴ്സ് പേഴ്സൺമാരായ ഷീമ, അനിത, ജെറിൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ ശില്പശാല തൃശൂർ നമോ ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ രവീന്ദ്രൻ ചക്കൂത്ത് വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ അമ്പാടത്ത്, BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, കർഷക മോർച്ച സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് കടവിൽ, സുശാന്ത് അയനിക്കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിനായി സംസ്ഥാന സമിതി രൂപീകരണ കൺവെൻഷൻ ഒക്ടോബർ 18 ജവഹർ ബാലഭവനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏറ്റവും വലിയ ലഹരി വസ്തു മദ്യം വിൽക്കുന്ന സർക്കാർ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുകയാണ്. സർക്കാരിന്റെ ഈ നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം മദ്യവിമോചന മുന്നണി ആരംഭിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ്, സെക്രട്ടറി KA മഞ്ജുഷ എന്നിവർ അറിയിച്ചു.
തൃശൂർ നഗരത്തിലെ അനധികൃത പാർക്കിംഗും സ്വകാര്യ ബസ്സുകളുടെ റൂട്ട് മാറി സർവീസും കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. തൃശൂർ അയ്യന്തോൾ കളക്ടറേറ്റിനു സമീപത്തെ റോഡിലാണ് അനധികൃതമായി ഫുട്പാത്തിൽ കയറ്റി പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവുമാണ് പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുകയും ഫുട്പാത്തിലെ ടൈലുകൾ വാഹനം കയറ്റി പൊട്ടിക്കുകയും ചെയ്ത നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രോഗികൾക്ക് സൗജന്യ യാത്ര എന്ന ബോർഡ് വെച്ച് പെർമിറ്റ് ലംഘനം നടത്തി റൂട്ട് മാറി ഓടിയ നിരവധി സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നടത്തറ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന PC റപ്പായി 30ാം ചരമവാർഷിക ദിനം നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമുചിതമായി ആചരിച്ചു. പൂച്ചട്ടി സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മുതിർന്ന പത്രപ്രവർത്തകൻ A സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. P ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി ML ബേബി, ബിന്ദു കാട്ടുങ്ങൽ, ES അനിരുദ്ധൻ, P രവീന്ദ്രൻ, VA കൃഷ്ണൻ, TK ശശികുമാർ, TG പ്രേമചന്ദ്രൻ, റോണി കുര്യൻ, റാഫേൽ മേലെടുത്ത്, MK രതീഷ് എന്നിവർ പ്രസംഗിച്ചു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സംസ്കൃതോത്സവം സ്വാഗത സംഘം രൂപീകരണ യോഗം തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രഭാവി, ADPI RS ഷിബു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സംസ്കൃതോത്സവം കൺവീനർ ഡോക്ടർ വിവേക് MV, സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സനൽ ചന്ദ്രൻ CP, സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സുരേഷ് ബാബു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയദേവൻ KR, സംസ്ഥാന ജനറൽ സെക്രട്ടറി റിജേഷ് C, സംസ്ഥാന ട്രഷറർ ശ്രീജു S, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തനൂജ CS എന്നിവർ സംസാരിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ കൊണ്ടു. ചേട്ടൻ വാർത്തകൾ തുടരുന്നു.
ചെന്നായിപ്പാറ കാരിക്കത്തോട്ടത്തിൽ സൈമൺ മകൻ മാർക്കോസ് എന്ന കുഞ്ഞപ്പൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഒക്ടോബർ 16 തീയതി വ്യാഴാഴ്ച കാലത്ത് 10:30 വിലങ്ങന്നൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ. പരേതയായ സാറാമ്മയാണ് ഭാര്യ. സാലി, ജിജി, ഷീജ, എൽദോസ് എന്നിവർ മക്കളും വർഗീസ്, നിക്സൺ, സുരേഷ്, സിന്ധു എന്നിവർ മരുമക്കളുമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ തിരുവല്ലയിൽ നിന്ന് പിടികൂടി. പത്തനംതിട്ട തിരുവല്ല കമ്മലത്തകടി സ്വദേശി പാണംകാലായിൽ വീട്ടിൽ സച്ചുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തിരുവല്ലയിലെ വീട്ടിൽ നിന്നും പിടികൂടിയത്. മതിലകത്തു വെച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ ഗഞ്ചാവ് കൈവശം സൂക്ഷിച്ച പാപ്പിനിവട്ടം വലിയകത്ത് വീട്ടിൽ ഫജൈർ സെയ്ദ് സലാം എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ റിസ്വാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാരക രാസലഹരിയായ 108 ഗ്രാം MDMAയുമായി പൊന്നാനിയിൽ വെച്ച് SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പൊന്നാനി സ്വദേശി പൊടി ഫിറോസ് എന്നയാളെ അറസ്റ്റ് ചെയ്തു. ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഫിറോസ്. പൊന്നാനി SIയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. ഈ കേസുകളിൽ പോലീസിന് പിടികൊടുക്കാതെ തമിഴ്നാട്ടിലും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുമായി ഒളിച്ചു കഴിയുകയായിരുന്നു ഇയാൾ. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജൻ നൽകി 15,000 രൂപ തട്ടിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഇയാൾ സ്വദേശി മാങ്കുന്നത്ത് വീട്ടിൽ പജീഷിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കാട്ടൂരിൽ തട്ടിപ്പ് നടത്തിയതും പ്രജീഷാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ കേസിലേക്ക് അനുമതിയോടെ പ്രജീഷിനെ ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. റിട്ടയേർഡ് ബാങ്ക് മാനേജറിൽ നിന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. വെള്ളിക്കുളങ്ങര മാവിൻചുവട് സ്വദേശി തെക്കുംപുറം വീട്ടിൽ ജിൻസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തട്ടിപ്പ് കേസിലും വെള്ളിക്കുളങ്ങരയിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ് ഇയാൾ. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, GSI രാധാകൃഷ്ണൻ, GSCPO സജീഷ് കുമാർ, മഹേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ മർദ്ദിച്ച് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ കുന്നത്തങ്ങാടി ദേശത്ത് ചിറ്റൂർ വീട്ടിൽ റനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, രാമചന്ദ്രൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 2 വർഷം മുൻപ് ഷിഹാബിന്റെ കൂട്ടുകാരനുമായുള്ള തർക്കത്തിൽ ഇടപെട്ട് മധ്യസ്ഥം പറഞ്ഞ് അവസാനിപ്പിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷിഹാബിനെ ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിശോധിക്കാതെ വനഭൂമിയിൽ പട്ടയം അനുവദിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് AKCC മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. പുത്തൂർ പഞ്ചായത്ത് അങ്കണവാടി പ്രവർത്തകർ പോഷകാഹാര പ്രദർശനം നടത്തി. വാർത്തകൾ തുടരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 17 തൃശൂർ അതിരൂപതയിൽ എരുമപ്പെട്ടിയിലും തൃശൂർ കോർപ്പറേഷന് മുൻപിലും സ്വീകരണം നൽകുന്നു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ ശില്പശാല തൃശൂർ നമോ ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.